ശ്രീ കൊട്ടിയൂർ പെരുമാൾ നെയ്യമൃത് സമിതി, കടത്തനാട് നെയ്യമൃത് കൂട്ടായ്മയും കുടുംബസംഗമവും കണ്ണൂക്കര നെയ്യാമൃത് മഠത്തിൽ വെച്ച് നാളെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. കൊട്ടിയൂര് വൈശാഖ ഉത്സവം തുടങ്ങാൻ പോവുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ട് മെയ് 29-ാം തീയതിയാണ് കൊട്ടിയൂർ ഉത്സവം തുടങ്ങുന്നത്. ആദ്യമായിട്ടുള്ളൊരു ചടങ്ങ് എന്ന് പറയുന്നത് നെയ്യാട്ടാണ്. അതൊരു പ്രത്യേക സമുദായത്തിന് അവകാശപ്പെട്ട ഒരു കർമ്മമാണ്. ആ കർമ്മത്തിന് ഏതാണ്ട് 28 ദിവസം മുൻപേ അതിൻ്റെ ആൾക്കാരെ വ്രതാടിസ്ഥാനത്തിൽ അതാത് കേന്ദ്രങ്ങളിൽ, നെയ്യമൃത് മഠം എന്ന് പറയും, ഇത്തരം കേന്ദ്രങ്ങളിൽ അവർ വ്രതത്തോടുകൂടി നിൽക്കുക എന്നുള്ളതാണ്. മെയ് 2-ാം തീയതി അവർ വ്രതത്തിൽ പ്രവേശിക്കും. അപ്പം അതിൻ്റെ മുന്നോടിയായിട്ട് എല്ലാ നെയ്യമൃതുകാരുടെയും ഒരു കൂട്ടായ്മയും കുടുംബസംഘവും വർഷാവർഷം നടത്തി വരാറുണ്ട്. ഇതിനൊരു പ്രത്യേക സംഘടനയുണ്ട്. നെയ്യമൃത് ശ്രീ കൊട്ടിയൂർ പെരുമാൾ നെയ്യമൃത് സമിതി എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. ആ സംഘടന എല്ലാ നെയ്യാമൃതുകാരെയും വെച്ചുകൊണ്ട് വർഷാവർഷത്തിൽ അതിലൊരു കൂട്ടായ്മയും കുടുംബസംഘവും നടത്തി വരാറുണ്ട്. ഈ വർഷം അത് 2 മേഖലകളാക്കിയിട്ട്, തെക്കൻ മേഖലയും വടക്കൻ മേഖലയും, കാരണം വെച്ചാൽ കുറച്ചും കൂടി നെയ്യാമൃതുകാർക്ക് വന്നു ചേരാനുള്ള ഒരു അവസരം ഉണ്ടാക്കിക്കൊടുക്കാൻ വേണ്ടിയിട്ട് തെക്കൻ മേഖലയും വടക്കൻ മേഖലയായിട്ട്. ഇപ്പോൾ തെക്കൻ മേഖലയിലുള്ള നെയ്യമൃത് കൂട്ടായ്മ, കടത്തനാട് നെയ്യമൃത് കൂട്ടായ്മ എന്നുള്ള നിലയിൽ കണ്ണൂക്കര മഠത്തിൽ, അതായത് കണ്ണൂക്കര വേട്ടക്കുരുമകൻ വടക്കൻ തോട്ടം ദേവീ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. ഈ മാർച്ച് 15 ഞായറാഴ്ച. അത് കൊട്ടിയൂർ സ്ഥാനികനായ ഉഷക്കാമ്പ്രം നമ്പൂതിരിയാണത് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തത്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം മുന്നോക്ക സമുദായ കോർപ്പറേഷൻ ഡയറക്ടർ ശ്രീ സോമൻ നമ്പ്യാർ നിർവഹിക്കും. അതിൽ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ പങ്കെടുത്ത് ഒരു ദിവസത്തെ പരിപാടിയാണത്. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.